എനിക്ക് എൻ്റെ അടുത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഐക്യൻ ഒരു നമുക്കിങ്ങനെ വെള്ളം പോലെ എൻ്റെ ശരീരത്തെയും മുഖത്തെയും ഒക്കെ മാറ്റുക എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്കില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഉള്ള ഒരു ആക്ടറോട് ഇരിക്കുക, മുടിയും മസിലും. അത് കാണാൻ വേണ്ടി അത് വലിയൊരു കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് പുള്ളി വന്നത്. കുറച്ച് മാന്യത മാന്യത ഇല്ലാതെ ഞാൻ എവിടെയും അങ്ങനെ ഒരു പെരുമാറാറില്ല. ചേട്ടൻ്റെ ഇതൊരു ഭയങ്കര ബേബിയാണ്. അങ്ങനെ അങ്ങനല്ല, അല്ല എനിക്ക് ഫീൽ ചെയ്ത പുള്ളി അതിൽ ഭയങ്കര ഒരു സിനിമ ചെയ്യുന്നു. സിനിമ ചെയ്യുന്നതിനേക്കാൾ ബിഗ് ബെൻ ചേട്ടൻ്റെ എപ്പോഴും ഒരു അത് എൻ്റെ ബേബി അങ്ങനെ ഒരു സാധനം ചേട്ടൻ്റെ കിടപ്പുണ്ട്. ജോലിക്ക് പോകുന്ന പോലെ നമ്മൾ ജിമ്മിൽ പോകുന്നു. ഞാൻ രാവിലെ ജിമ്മിൽ പോയി വന്നു കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു പരിപാടിയാണ്. നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമല്ല കഴിക്കുന്നത്. പക്ഷെ വെനെവർ വി ഗോ സീ ദ റിസൾട്ട് ഇതായിരിക്കണമല്ലോ. സിനിമയിൽ നമ്മൾ അതിൻ്റെ എൻഡ് റിസൾട്ട് വരുമ്പോൾ അതിനൊരു പരിപാടിയുണ്ട്, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ എന്തിനും റെഡി. ആലോചിക്കാമല്ലോ, ലണ്ടനിൽ 54 ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചായക്ക് 12 രൂപയാണ്, അവിടെ 150 രൂപയാണ്. ഒരു പൊറോട്ടയ്ക്ക് ഇവിടെ 10 രൂപയാണ്, അവിടെ 105 രൂപയാണ്. എല്ലാം ഒരു 50 ദിവസത്തിനുള്ളിൽ എല്ലാത്തിന്റെയും പൈസ അതോടെ അനുവാദിച്ചൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ കേട്ടു, എന്നെ മാത്രം UK കൊണ്ടുപോയില്ല. അല്ല, അത് ആ ക്യാരക്ടറിന് UK പോകേണ്ട ആവശ്യമില്ല. എനിക്ക് വയ്യത് ഇട്ടിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം തീവ്രമാണല്ലോ. എന്ത് വന്നാലും ഞാനിത് നേടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമയിൽ നടന്ന് 10 വർഷം നടന്നപ്പം ഇത് നടക്കാഞ്ഞിട്ടോ ഞാൻ ആൽക്കമിസ്റ്റ് വായിക്കുന്നു, ആ ബുക്കെടുത്ത് കീറിക്കളയുന്നു, ഇതൊക്കെ യൂസ്ലെസ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച സമയം ഉണ്ടായിരുന്നു. ഫിലിം ക്രിട്ടിക്സ് എന്ന് പറയുന്നത് ലാലേട്ടനൊക്കെ കിട്ടുന്ന ഫസ്റ്റ് പുരസ്കാരം. ഫിലിം ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഫിലിം ക്രിട്ടിക്സ് ഇസ് ഈക്വലന്റ് ടു സ്റ്റേറ്റ് അവാർഡ്, ക്രിട്ടിക്സ് അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് എൻ്റെ 12ാം പടിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആളാണ്. ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് ഒരു ദിവസം വെക്കും. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജ്ന. ദിസ് ഇസ് അവർ ഷോ കളർഫുൾ സ്റ്റോറീസ്. അപ്പം ഇന്ന് കളർഫുൾ സ്റ്റോറീസ് കളർഫുൾ ആക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ജൂൺ 28-ന് തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന ബിഗ് ബെൻ എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ബിനു അഗസ്റ്റിൻ സാർ, ഒപ്പം ചന്തുനാഥ്, രണ്ടുപേരും നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനിപ്പം ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യമേ ചോദിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. എനിക്കില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഉള്ള ഒരു ആക്ടറോട് ഇരിക്കുക, മുടിയും മസിലും. അത് കാണാൻ വേണ്ടി അത് വലിയൊരു കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് പുള്ളി വന്നത്. മസിലൊക്കെ നമുക്ക് ഇട്ടാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തും കൂടി കിടക്കും. ഒന്ന് കുറച്ച് ട്രിക്സ് പറഞ്ഞു അടുത്ത പടത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് ഡയറക്ടർ അല്ലേ, ഒരു സിനിമയിലേക്ക് വിളിച്ചതല്ലേ. അപ്പം എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ, ഞാനിപ്പം ആ സിനിമയുടെ ഒരുപാട് ഒബ്വിയസ്ലി നമുക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ എന്തൊക്കെയാണ് ഇത് എന്താണ്. അപ്പം ഇതിന്റെ ട്രെയിലർ കണ്ടു, പോസ്റ്റർ കണ്ടു. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളെ ഇങ്ങനെ ഒരുപാട് താരങ്ങളെ കാണാൻ കഴിയും. അപ്പം അങ്ങനെ കാണുന്ന ഒരു സമയത്ത് ഇതിലൊക്കെ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ? ഏത് ക്യാരക്ടർ നമ്മൾ ആരെ വിളിക്കണം എന്ന്. ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് കുറെ ആർട്ടിസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പം എങ്ങനെയാണ് ചന്ദ്രചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ചന്തുവിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അനുവും ചന്തുവും നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. അതിനപ്പുറം അവർ നല്ല പരമായിട്ട് നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് സിനിമയെ കൊണ്ടുവന്നാൽ ഗുണം ചെയ്യുന്നു തോന്നി. അത് ചന്തു ചെയ്ത് വളരെ പ്രൊമിനൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. അത് അങ്ങനെ ഒരു ക്യാരക്ടറാണ് അത്യാവശ്യമായിരുന്നു ആ സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് ചന്തുവിലേക്ക് എത്തിയത്. ഇവർ രണ്ടുപേരും കോംബോ കൂടുതലുണ്ട്. കോംബോ അധികമില്ല, ബട്ട് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അത് ചന്തു ചെയ്ത റോൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ്. അനുവിന് ഒരു ബാക്കപ്പ് കൊടുക്കുന്ന ഒരു റോളായിരുന്നു നാട്ടിൽ നിന്നുകൊണ്ട്. അപ്പൊ ആ ഒരു കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. ഇപ്പം ബാക്കി കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇതിലിപ്പം മറ്റേ അതിഥി രവി എല്ലാവരും ഇവരൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ്. അപ്പം അങ്ങനെ തന്നെ നോക്കിയെടുത്തതാണോ? അത് കുറച്ചും കൂടി ഒന്ന് കളർഫുൾ സംഭവിച്ചു പോയതാണ്. ഈ പടം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 12th മാനൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാണ് 12th മാനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ഇതിലും. ഇപ്പം കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഇപ്പം അതി ചേച്ചി പറയുകയുണ്ടായി, അതായത് അവരുടെ ഒരു ഇന്റിമേറ്റ് സീനൊക്കെ എടുത്ത സമയത്ത് ഈ ഫ്രണ്ട് ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ആ ഒരു സമയത്ത് എങ്ങനെയാണ് ചേട്ടൻ അത് ഒന്നും മിണ്ടാണ്ടിരി അവിടെ എനിക്ക് ഷൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അവരെ കംഫർട്ട് ആക്കാന്നുള്ളൂ. അങ്ങനെ വലിയ ഇന്റിമേറ്റ് സീനൊന്നും ഇല്ല അതിനകത്ത്. ജസ്റ്റ് അങ്ങനൊന്നുമില്ല. അഭിനയിക്കുന്ന സമയത്ത് ഇവര് ഭയങ്കര ബഹളവും സംസാരവും, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അതിലേക്ക് വല്ലാതെ വന്നോ അഭിനയത്തിലേക്ക്? കുറച്ചൊക്കെ ഒന്ന് മെനക്കെടേണ്ടി വന്നു.
അതുകൊണ്ട് പിന്നെ അവരെ കംഫർട്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ക്രൂസിനൊക്കെ പുറത്തിറക്കി വിട്ട് ഒച്ചയമ്മയോട് വളരെ സ്വസ്ഥമായിട്ടാണ് ചെയ്തത്. ഓക്കെ. അപ്പം ചന്ദ്രചേട്ടനിലേക്ക് വരികയാണെങ്കിൽ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ശാന്തതയാണല്ലോ. എന്നെ പിന്നെ കാണാത്തോണ്ടാണോ? പൊതുവെ ഭയങ്കര ബഹളവും ആങ്കറിനോട് ഭയങ്കര ചൂടിന് ഉത്തരം പറഞ്ഞ് തിരിച്ചങ്ങോട്ടോ ഇന്നൊന്നും മിണ്ടുന്നില്ല. ആളിങ്ങനെ ഇരുന്ന് ഒരു കോഫി മിസ്സായിട്ടുണ്ടാവും. അതാണോ? അതിന്റെ ആണോ? അതൊക്കെ നമ്മൾ പറഞ്ഞ ഇപ്പൊ സാധനം തരും. കുറച്ച് സംസാരിച്ച പറ്റും. അല്ല അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ബേസിക്കലി ഇവിടെ നായനും നായകി ഇല്ലല്ലോ. അപ്പൊ ചേട്ടന് കൂടുതൽ പഠനത്തെ പറ്റി പറയാൻ സാധിക്കുന്നത്. അപ്പൊ അവരില്ലാത്തോണ്ട് ചേട്ടന് അതിന് കൂടുതൽ സംസാരിക്കാൻ യോഗ്യനും. അപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്റെ അടുത്ത് ചോദിക്കുന്നതിന് ഉത്തരം പറയാം. മാന്യത ഇല്ലാതെ ഞാൻ എവിടെയും അങ്ങനെ പെരുമാറാറില്ല. ഇല്ല, പൊതുവെ അങ്ങനെയാണ്. ഇപ്പം ഇവിടെ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളാണെങ്കിലും രാവിലെ തൊട്ടേ ഓരോ ചാനൽസിന് ഇന്റർവ്യൂ കൊടുത്ത് അങ്ങ് ടയർഡ് ആയിട്ട് നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് തൊഴിലിന്റെ ഭാഗമായി ഇപ്പൊ. അപ്പൊ അത് അങ്ങനെ ആ ഒരു ഫ്ലോയില് വന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പം ചേട്ടനോട് ചോദിക്കാനാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ കൂടെ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? സാറിന്റെ ഫസ്റ്റ് ഫിലിമുമാണ്. അപ്പം ഈ ഒരു സിനിമ 7 വർഷത്തെ വളരെയധികം എന്താ പറയാ ഒരുപാട് കാത്തിരുന്ന് ചെയ്ത് ഒരുപാട് ഓഫറുകൾ വന്ന് അതൊന്നും എടുക്കാതെ അതിന് മുകളിലുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഒരുപാട് ട്രോളുകളുണ്ട്. 7 വർഷവുമായിട്ട് കാത്തിരുന്നു, ഒരുപാട് തിരക്കഥ, ട്രൂ സ്റ്റോറിയാണ്, അങ്ങനെ ഒരുപാട്. അപ്പൊ അതിൽ ആ 7 വർഷവും കാത്തിരിക്കാൻ മാത്രമുള്ള അത്ര എലമെന്റ്സ് ഉള്ളൊരു കഥയാണോ ഇത്? അതെ. ബേസിക്കലി ഞാൻ സിനിമ വന്നിട്ട് ലേറ്റ് ആയിട്ടാണ്. നല്ലൊരു ഏജിൽ വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ പിന്നെ ലേറ്റായിട്ട് വരുന്ന ഞാൻ വെറുതെ ഒരു സിനിമ ചെയ്തു പോകാൻ ആഗ്രഹമില്ല. ഐ ഷുഡ് ബി അതിനൊരു കണ്ടന്റ് ഉണ്ടായിരിക്കണം, അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നതായിരിക്കണം, ഒരു നല്ല സിനിമയെന്ന് പേരെനിക്ക് വേണം. അല്ലെങ്കിൽ എൻ്റെ കരിയർ അവിടെ തീർന്നു ഇല്ലേ, നാളെ പടം കാണില്ല. സോ എല്ലാവരും കരിയറാണല്ലോ മെയിൻ. ചേട്ടൻ്റെ ഇതൊരു ഭയങ്കര ബേബി ആണ്. അങ്ങനെ അങ്ങനല്ല. അല്ല എനിക്ക് ഫീൽ ചെയ്തതെന്ന് പുള്ളി അതിൽ ഭയങ്കര ഒരു സിനിമ ചെയ്യുന്നു. സിനിമ ചെയ്യുന്നതിനേക്കാൾ ബിഗ് ബെൻ ചേട്ടൻ്റെ എപ്പോഴും ഒരു അത് എന്റെ ബേബി അങ്ങനെ ഒരു സാധനം ചേട്ടന് കിടപ്പുണ്ട്. അങ്ങനെ വലിച്ച സിനിമയാണെന്ന് ഒട്ടും ഡ്രീം ചെയ്തിട്ടില്ല. പക്ഷെ കണ്ടന്റ് ക്വാളിറ്റി അതാണ് ഞാൻ മെയിൻ ചെയ്യുന്നത്. അതാ വിഷ്വൽസിൽ കാണാനുണ്ട് ഷൂട്ട് ചെയ്ത്. ഇന്നത്തെ കാലത്ത് അത് കുറവാണ്. കാരണം അത്യാവശ്യം നമുക്കൊരു സിനിമയായിട്ട് സെറ്റപ്പ് ആക്കാൻ പറ്റിയ ഇവന് അത്രയും സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലമാണ് അല്ലേ? പഴയ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ സ്ട്രീമിലുള്ള കുറച്ച് ആളുകൾ വെച്ചിട്ടാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. അത് തന്നെ സക്സസ് ആവും, അത് തന്നെ ഹിറ്റ് ആവും. പക്ഷെ ഇന്നതല്ല. നമുക്ക് ന്യൂ കമേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇന്നത്തെ ഈ ഒരു കാലത്ത്. അപ്പം ചന്ദ്രചേട്ടന് വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അത് പറയും. മറ്റു വിശേഷങ്ങൾ ഈ ബിഗ് ബെൻ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷം ഇപ്പൊ ഞാൻ അടുത്തൊരു സിനിമയുടെ അടുത്തൊരു പ്രിപ്പറേഷനില്ല. അത് അഭിറാം സുരേഷ് ഉണ്ണിത്താൻ എൻ്റെ ആദ്യം സിനിമ ചെയ്ത ആളുടെ എന്നെ വെച്ച് അടുത്തൊരു സിനിമ ചെയ്യുന്നത്. അതൊരു ഫുള്ളി ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ ഓറിയന്റഡ്, ഫുള്ളി ത്രൂ ഔട്ട് ആൻഡ് ഔട്ട് ഫൈറ്റ് മൂവിയാണ്. ഈ ചേട്ടന്റെ പേര് എനിക്ക് വന്നപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഫുൾ നോക്കി. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പേര് എന്താ, ത്രില്ലർ ഹീറോ. ഏതൊരു ത്രില്ലർ സിനിമ എടുത്താലും ത്രില്ലർ നാഥ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. അതാ അടിപൊളി പേര്, ത്രില്ലർ നാഥ്. ശരിയല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു ത്രില്ലർ സിനിമകള് തപ്പി അല്ല അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഫീനിക്സ് ഒരു ത്രില്ലർ സിനിമ അല്ലല്ലോ. മെജോറിറ്റി ഞാൻ ചെയ്ത ത്രില്ലർ ജോണറിൽപ്പെട്ട മൂവിയാണ്. അത് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പം നമ്മൾ ഇപ്പോഴും അപ്കമിങ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് വെച്ചിട്ട് എടുക്കാൻ പറയുന്നതല്ല. കുറച്ച് ഒരുപാട് സ്ക്രിപ്റ്റ് വരും. അപ്പം അതിനകത്ത് എനിക്ക് ഇതിലെനിക്ക് ചെയ്യാനുണ്ട് ഒന്ന് തോന്നുന്ന സാധനം എടുക്കുക. അതിന് ടൈമിനേക്കാൾ എൻ്റെ ഡ്യൂറേഷനേക്കാൾ ഞാൻ നോക്കുന്നത് വാട്ട് ആം ഐ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എൻറ്റയർ സിനിമ, ആം ഐ ഡീവിയേറ്റിംഗ് ദ പ്ലോട്ട് എവിടെയെങ്കിലും എന്നാ ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അപ്പൊ എനിക്ക് എന്തെങ്കിലും അവരിൽ സ്പെഷ്യലി ത്രില്ലറിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കാണുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ വിച്ച് കുറെ നാൾ കഴിയുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ്ലി അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഫൈറ്റ് മൂവി എന്ന് പറഞ്ഞൊരു നമുക്ക് സീറ്റ് ത്രില്ലർ എന്നല്ല എന്നെ പറയണ്ടേ, അത് വേറെ പരിപാടിയാണ്. അതിനാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതെ അതെ യൂഷ്വലി വർക്ക് എന്റെ എല്ലാവർക്കും വരുന്ന കാര്യമല്ല. നമ്മൾ നോർമൽ വർക്ക്ഔട്ട് റിജീം എപ്പോഴും ഉണ്ടായിരുന്നുണ്ട്. ഇത് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് സിനിമയ്ക്ക്. പക്ഷേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു 8 പാക്ക് പരിപാടിയൊക്കെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2.5 മാസം 3 മാസമായിട്ട് വേറെ ഒരു 3 പ്രോജക്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇതിനു വേണ്ടി നമ്മൾ അതിന് നിൽക്കുന്നത്. എനിക്ക് ജൂലൈ അവസാനം തൊട്ട് അതിലേക്ക് കയറണം. അടുത്ത 28 ദിവസം അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് വേറെ പടം നമുക്ക് ചെയ്യാനും പറ്റില്ല. അതിൽ വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ വൈഫ് എപ്പോഴും ജോലിക്ക് പോകുന്നതല്ല, നമ്മൾ ജിമ്മിൽ പോകുന്നു. ഞാൻ രാവിലെ ജിമ്മിൽ പോയി വന്നു കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ്. നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല,
നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമല്ല കഴിക്കുന്നത്. ഭയങ്കരമായിട്ട് പക്ഷെ സന്തോഷമാണ്. വെനെവർ വി ഗോ സീ ദ റിസൾട്ട് ഇതായിരിക്കണമല്ലോ. സിനിമയിൽ നമ്മൾ അതിന്റെ എൻഡ് റിസൾട്ട് വരുമ്പോൾ അതിനൊരു പരിപാടിയുണ്ട്, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ എന്തിനും റെഡി. നമ്മുടെ ഈ ഒരു ബിഗ് ബെന്നിന് വേണ്ടി എന്തെങ്കിലും അങ്ങനെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. പറയാമോ? ക്യാരക്ടർ അനു ലീഡ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഫ്രണ്ടാണ്, ഒരു പോലീസ് ഓഫീസറാണ്. അയാളൊരു പോലീസ് ക്യാരക്ടർ. പക്ഷെ ആ പോലീസിന്റെ ഭാഷയോ അല്ലെ പോലീസിന് ചെയ്യാനൊന്നും ഇല്ലാത്തില്ല, സുഹൃത്തിന് വേണ്ടി ഒരു സുഹൃത്ത് ചെയ്തതേ ഉള്ളൂ. സിൻസ് ഹി ഈസ് എ പോലീസ് ഓഫീസർ, ഐ എം എ പോലീസ് ഓഫീസർ ടു, കലീഗായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയോടെ വിളിച്ചു മാരാര് വന്നു അല്ല, ഹി കോൾസ്. അപ്പോൾ നമ്മൾ അങ്ങനെ അതിനകത്ത് സമയം ഡ്യൂറേഷൻ ഒന്നുമില്ല. പിന്നെ ഐ ലൈക്ക് ദർ അപ്രോച്ച് ഓൾസോ സിനിമയ്ക്കാണ്. പിന്നെ ചേട്ടൻ പിന്നെ എന്നെ ചില കാര്യങ്ങൾ നമ്മൾ പർട്ടിക്കുലറായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചേട്ടൻ ചെയ്യാം അങ്ങനെയൊന്നും ഒരു പ്രശ്നമുണ്ട്, നമുക്കൊരു സ്ട്രെസ് അങ്ങനെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമുക്കൊരു മിനിമം ഡിസേർവ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും കൂടെയാണ് എന്നെ ആ സെറ്റ് ട്രീറ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം ഞാൻ കേട്ടു, എന്നെ മാത്രം UK കൊണ്ടുപോയില്ല. അല്ല, അത് ആ ക്യാരക്ടറിന് UK പോകേണ്ട ആവശ്യമില്ല. വെറുതെ അയാളെ കൊണ്ട് UK പോയ കഥയിൽ പിന്നെ ഞാൻ എന്തിനാ ആ ക്യാരക്ടർ. ഞാൻ കുറച്ചധികം എല്ലാവരും ക്രൂവിനെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു UK തണുപ്പ്, നിങ്ങളെ എന്താ പറയാ ബുദ്ധിമുട്ടിപ്പിച്ചോ? അതൊരു 1000 ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൊച്ചിയിലെ ചൂടിനെ പറ്റി പറയാൻ ഞാൻ മാത്രമേ പെൻഡിങ്. ഷൂട്ട് കൊച്ചിയിൽ തന്നെയായിരുന്നു. പിന്നെ കൊച്ചിയിലെ ചൂടിൽ ബുദ്ധിമുട്ടിപ്പിച്ചു അല്ലേ നമ്മളെ? ഓക്കെ, അപ്പം UK ഒരു കള്ള പാസ്പോർട്ട് എടുത്തിട്ട് എങ്ങനെയെങ്കിലും വിടായിരുന്നു, ആരൊക്കെ പറയുണ്ടായി. ഓക്കെ, അപ്പം നമ്മളെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വളരെ സാധാരണഗതിയിൽ ഒരു നോർമൽ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയല്ല, അതായത് ഞാൻ പറയുന്നത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ, അതും ഉള്ളതൊന്നും വലുതല്ല എന്നല്ല പറയുന്നത്. നമ്മൾ മെയിൻ സ്ട്രീമിലുള്ള ഒരുപാട് പേരുണ്ട്, എക്സ്പീരിയൻസ് ഒരുപാടുള്ള ആളുകൾ, അവരൊന്നും ഇല്ലാത്ത ഒരു ട്രെയിലർ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഭയങ്കര ക്ലിക്കായി. എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു. അതിന് വ്യൂവേഴ്സും വളരെ കൂടുതലാണ് ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ വന്നപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? ആ ട്രെയിലറിന് തന്നെ ഇത്രയും അംഗീകാരം ലഭിച്ചപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ക്വാളിറ്റി ഡെലിവറി ചെയ്തേക്കുള്ളൂ, വേറെ ഓപ്ഷൻ നോക്കില്ലല്ലോ. നല്ല കട്ട്സ് ഒക്കെ ആയിരുന്നു. പിന്നെ UK ഒരു പരിപാടി ഇല്ലായിരുന്നു. നമ്മൾ ഫ്രെയിം കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ലൈറ്റോ നമ്മുടെ പരിപാടികളോ ഡെപ്തോ അല്ല അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിങ്ങനെ ഗ്രാൻഡുകളിൽ കാണുന്നതിൻ്റെ ഒരു സുഖം അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അവരെ അതിൽ പ്ലേസ് ചെയ്യുമ്പോൾ. അല്ല, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എഡിറ്ററെ കുറിച്ച് പറയണം. റിനോ എന്നൊരു പയ്യനാണ്, UK ഇറക്കുമതി ചെയ്താണ് എൻ്റെ കൂടെ തന്നെ. എഡിറ്റിങ്ങും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് മേർജ് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ഔട്ട്പുട്ട് ആയിരുന്നു ആ ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇമോഷൻസ് ഉണ്ട് അല്ലെ, ഇപ്പൊ റൊമാൻസ് വരുന്നുണ്ട്, നമ്മളതിൽ കണ്ടു, ഇമോഷൻസ് വന്നു. അപ്പൊ ഇതൊരു ഫാമിലി ഡ്രാമയാണോ അതോ നമുക്ക് പ്യുവർലി ഒരു ത്രില്ലർ എന്ന് പറയാൻ കഴിയുമോ? ഫാമിലി ഡ്രാമ എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത് അതാണത്. പക്ഷെ ത്രില്ലർ എന്ന് കംപ്ലീറ്റ് ട്രോൾസും എല്ലാവരും അതിനെ കൂടുതൽ പറയുന്നത് ത്രില്ല് ആസ്പെക്ട് വരുന്നത്. വാട്ട് ഈസ് ഹി ഗോണ ഡു? അയാളിപ്പോ എന്താ ചെയ്യാൻ പോണേ? ചെയ്യൂ, ഇയാൾക്ക് സാധിക്കുമോ? ആ കുട്ടി എന്ത് ചെയ്യും? ആ ചോദ്യം വളരെ ഫാമിലി ഓറിയന്റഡ് ആണ്. ആ ചോദ്യം നമ്മൾ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയാളൊരു ഭർത്താവാണ്, അയാൾക്ക് ചെയ്യാൻ പറ്റുമോ? അയാളുടെ അച്ഛനാണോ ചെയ്യാൻ പറ്റുമോ? ഭാര്യയാണ് അതൊക്കെ താങ്ങാൻ പറ്റും എന്നൊരു പരിപാടിയിലാണ് ആ ത്രില്ല് വർക്ക് ചെയ്യുന്നത്. അല്ലാതൊരു ക്രൈം ചെയ്തിട്ട് ആ ക്രൈം സോൾവിങ് ആയിട്ടുള്ള സീറ്റഡ് അങ്ങനെയല്ല. ഒരു അച്ഛനും അമ്മയും വന്നിരുന്നു കഴിഞ്ഞാൽ അയ്യോ അവനത് പറ്റണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ ക്യാരക്ടറിന്റെ കൂടെ പ്രാർത്ഥനയിൽ ഇരുന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു സിനിമ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അത് ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് അത് എല്ലാവരോടും നമ്മൾ കാണുന്ന ആൾ ആഗ്രഹിക്കണം അയാൾ അവിടെ എത്തണം എന്നുള്ളത്. അത് തന്നെയാണ് അതിന്റെ വിജയം. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ. സിനിമ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായാലും. കാരണം ത്രില്ലർ കാണാൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരിക്കലും ഒരു റിപ്പീറ്റേഷൻ വരില്ല. എങ്ങനെ ആയാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ത്രില്ലർ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഒരു ഫാമിലി എന്റർടൈനർ പോലെ ആയിരിക്കില്ല. അപ്പൊ ഇനി ആ പേരിലേക്ക് ഞാൻ വരട്ടെ, ബിഗ് ബെൻ. എന്താണ് ആ ഒരു ബിഗിൽ എന്തെങ്കിലും ബിഗ് ആയിട്ടുണ്ടോ? ബിഗ് ബെൻ എന്നുള്ളത് അത് ലണ്ടനിലെ ഒരു ഐക്കോണിക് ക്ലോക്ക് ആണ്. ഓ ഓക്കെ, ബിഗ് ബെൻ അതിന്റെ പേര് അങ്ങനെയാണ്. അതെ അതെ, അത് എന്താ പറയാ, ലണ്ടൻ പാർലമെന്റിന്റെ മുകളിലായിട്ടുള്ള ഒരു ക്ലോക്ക് ആണ്. അതാണ് ലണ്ടൻ മെയിൻ അട്രാക്ഷൻ, ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. എല്ലാവരും അവിടെ വന്നാണ് സെൽഫികൾ എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇത് കാണുക എന്നുള്ളതാണ്. ലണ്ടനാണ് വേണ്ടി. അപ്പം അത് ദാറ്റ് മീൻസ് ക്ലോക്ക്. അപ്പൊ സമയത്തിന് ഈ സിനിമയായിട്ട് ബന്ധമുണ്ട്. സമയത്തിനാണ്, സ്ഥലമല്ല, ആ ഒരു സമയത്തിന് സിനിമയിൽ അപ്പം ഒരു സമയമുള്ള ഒരു ടൈം പോലെയാണ്. ഒരു ദിവസത്തെ കഥ അങ്ങനെയൊന്നും ഒരു ദിവസത്തേക്ക് അത് തീരത്തുമില്ല, അത്രയും വലിയ ഇതാണ്. ഓക്കെ, അപ്പം ചന്ദ്രചേട്ടനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം 18-ാം പടി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പം വളരെ ഒരു ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ചേട്ടൻ്റെ ഏജിനേക്കാളും കുറച്ചും കൂടി ഒരു പക്വതയേറിയ ഒരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടതും അതിനു മുൻപും ചേട്ടൻ ചെയ്തിട്ടുണ്ടാകാം, ശ്രദ്ധിക്കപ്പെട്ടത് അതാണ്.
അപ്പം അങ്ങനെ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് പിന്നെ അത് ചേട്ടന് റോൾസ് വരുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടെ മെച്ചൂർ കാസ്റ്റിംഗിലേക്ക് അവർ വെച്ച എല്ലാ സിനിമയിലും. അപ്പൊ ഞാനൊരു 40 വയസ്സുള്ള ആളാണെന്ന് വിചാരിച്ചവരുണ്ട് ആ സാറിന്റെ ക്യാരക്ടർ ചോദിച്ചു ഞാൻ എന്റെ 26-27 ടൈമിലാണ് അത് ചെയ്തത്. അപ്പം പക്ഷെ അതിലേക്ക് അങ്ങനത്തെ ഒരു ദോഷമൊന്നും ആ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടില്ല. പ്രായത്തിന് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അല്ല എനിക്ക് അത്രയും പ്രായമുള്ള ആളല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. പിന്നെ മാലിക്കിലേക്ക് പോലീസ് ഓഫീസർ, പക്ഷെ എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ ആ ക്യാരക്ടർ. എനിക്ക് കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് പെർഫോം ചെയ്യാൻ, കുറച്ച് ഡെപ്തിൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് അവർക്ക് ഇവിടെ ഉണ്ടായി. ഇപ്പോൾ ഞാൻ ഭയങ്കര അന്നത്തെ ഒരു 26-25 ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ചെയ്ത് വന്നിരുന്നത് ചിലപ്പോൾ എന്നെ മാലിക്കിൽ ഒരിക്കലും വിളിക്കില്ല. അങ്ങനത്തെ ഒരു വലിയ കഥകളിലേക്ക് എനിക്കൊരു നല്ല പവർഫുൾ ക്യാരക്ടറിലേക്ക് എനിക്ക് വെക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയൊന്നുമില്ല. ഫീനിക്സ് വന്നപ്പോൾ ദേ ഹാഡ് ടു ചേഞ്ച് ദ എൻറ്റയർ കോൺസെപ്റ്റ് ഓഫ് ജോയ്സാ. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്നെ മെലിയിച്ച് ഞാൻ ടൈം എടുത്തത് വളരെ ഷ്രിങ്ക് ചെയ്തിട്ട് ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു സാധാരണ 23-ലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഫിനിക്സിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് എൻ്റെ അടുത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത് അയക്കാൻ നമുക്കിങ്ങനെ വെള്ളം പോലെ എൻ്റെ ശരീരത്തെയും മുഖത്തെയും ഒക്കെ മാറ്റുക എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓക്കെ, അപ്പം സാറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഒരുപാട് പടങ്ങൾ ചെയ്ത ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു ബിനു അഗസ്റ്റ് എന്നുള്ളൊരു പേര് എനിക്ക് കിട്ടി. അപ്പം ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് അപ്പം ഒരു ബിഗ് ഡീലായിട്ട് എനിക്ക് തോന്നി. അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ചേട്ടൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള ആ ഒരു പ്രൊഫഷനിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ഡയറക്ടർ നേരത്തെ തന്നെ പറഞ്ഞു ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അപ്പം അതിന് മുൻപുള്ള പ്രൊഫഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സിനിമാ മേഖലയിൽ തന്നെ ആയിരുന്നോ? അല്ലല്ല, എനിക്കൊരു 18 വയസ്സായപ്പം എൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ പഠിക്കണം. അപ്പം അവർ പറഞ്ഞു അവരെ സംബന്ധിച്ച് ഞാൻ റിസ്ക് എടുക്കുവാണ്. പറഞ്ഞു താല്പര്യമില്ല, നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫാദർ ഭയങ്കര ബോൾഡായ വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയൊരു നോ പറഞ്ഞാൽ എനിക്ക് എന്നെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ശരി, അപ്പം എൻ്റെ ഫാമിലി ഒട്ടുമിക്ക ആൾക്കാർ എയർഫോഴ്സിലാണ്, ലൈഫ് സെക്യൂറാണ്. അങ്ങനെ ഞാനും എയർഫോഴ്സിൽ ചെല്ലുന്നു. അങ്ങനെ 13 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്യുമ്പോഴും എൻ്റെ ഫസ്റ്റ് ശമ്പളം കിട്ടി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആ ശമ്പളമായിട്ട് നേരെ പോയത് മദ്രാസിലെ ഒരു കടയിൽ പോയിട്ട് ഒരു ക്യാമറ വാങ്ങിയത്. ആ ശമ്പളം തികയാതെ അതെ എല്ലാവരും വീട്ടിലയക്കുന്നു, മാതാക്കും ദൈവവും എല്ലാം നേച്ചിടാൻ കൊടുക്കുന്നത്. എൻ്റെ അതെ എൻ്റെ റൂംമേറ്റിനോട് 500 രൂപ കടം മേടിച്ചാണ് ഞാൻ ആ ക്യാമറ മേടിക്കുന്നത്. എന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ അന്ധകാലം എന്നിട്ട് സർവീസ് അടിക്കുമ്പോൾ തന്നെ ഞാൻ പല വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇതിലൊക്കെ പോകുമായിരുന്നു. അപ്പം അവരെന്നെ വിളിക്കുമായിരുന്നു, എൻ്റെ ഈ പാഷൻ കൊണ്ടുണ്ട്. അത് കഴിഞ്ഞ് സർവീസിൽ നിന്ന് പുറത്ത് വന്നിട്ട് ലണ്ടൻ ചെല്ലുമ്പോഴാണ് ഞാൻ സിനിമയെ കുറച്ചൊരു സീരിയസ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ വൈഫ് നല്ല ബാക്കപ്പാണ്. അങ്ങനെ ഈ സ്നേഹം, ക്യാമറയുള്ള സ്നേഹം ഫോട്ടോഗ്രാഫി കൊണ്ട് അസോസിയേഷനിൽ ഓണപ്പരിപാടിക്ക് വീഡിയോഗ്രാഫി ചെയ്യുക, ഫോട്ടോഗ്രാഫി എടുക്കുക. അങ്ങനെ ഷോർട്ട് ഫിലിമായി, മ്യൂസിക് ആൽബംസായി. അങ്ങനെ ചെറിയൊരു സിനിമ ഞാൻ അവിടെ 2013 ചെയ്ത് അവിടെ തിയേറ്ററിൽ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു, എന്തുകൊണ്ട് ഒരു ബിസ്കിയിലേക്ക് പോയിക്കൂടാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ കളം മാറി ചവിട്ടി ആലോചിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ കുട്ടികളെ കുഞ്ഞിനായിരുന്നു. അതെ അതെ എൻ്റെ കുട്ടികളൊക്കെ ഭയങ്കര പൊടിക്കുട്ടികളായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് വലുതായി തന്നെ നിൽക്കാറായ പ്രായമായപ്പോഴത്തേക്കും ഞാൻ ചാടി. അങ്ങനെയാണ് ഇപ്പം ബിഗ് ബെന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ബിഗ് തന്നെയാണോ പേര് പറയുന്ന? കുറച്ചുകൂടി അധികം കുഞ്ഞു പടമാണെങ്കിലും ബിഗ് പടമാണ്, ബിഗ് ബഡ്ജറ്റ് പടമാണ്. ആലോചിക്കാമല്ലോ, ലണ്ടനിൽ 54 ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചായക്ക് 12 രൂപയാണ്, അവിടെ 150 രൂപയാണ്. ഒരു പൊറോട്ടയ്ക്ക് ഇവിടെ 10 രൂപയാണ്, അവിടെ 105 രൂപയാണ്. എല്ലാം ഒരു 50 ദിവസത്തിനുള്ളിൽ എല്ലാത്തിന്റെയും പൈസ അതോടെ അനുവാദത്തേക്ക് നല്ലോണം കഴിക്കുകയും എന്നെയാണ് കൊണ്ടുവരുന്നത്. ആ പാടില്ലായിരുന്നു. പ്രൊഡക്ഷൻ ടീമൊക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, പെട്ടെന്ന് പടം തീർക്കണം അല്ലേ. ഇപ്പം ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ റിലീസായതിനു ശേഷമാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക്, പ്രേക്ഷകർക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര ഷോട്ട്സ് തീർക്കണം, തീർത്താലേ നെക്സ്റ്റ് ഡേയിലേക്ക്. പ്രഷർ ഉണ്ടായിരുന്നു, നല്ല പ്രശ്നമുണ്ട്. അങ്ങനെ എത്ര ദിവസത്തേക്കായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ കുറവ് ദിവസമായിരുന്നു പ്ലാൻ ചെയ്തത്? അല്ല, UK നമുക്ക് ഒരു പടം അങ്ങനെ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. കാരണം UK വെതർ അൺപ്രഡിക്റ്റബിൾ ആണ്. നോക്കി നിൽക്കാൻ മഴ പെയ്യും. അപ്പോൾ മൊത്തം ഷെഡ്യൂൾ മാറും. ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ പോലെയല്ല, അവിടെ ഒരു ഇംഗ്ലീഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മളൊരു സ്ഥാനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് ചെന്നിരിക്കണം, കറക്റ്റ് സമയത്ത് ഔട്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ബുക്കിംഗ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ പോയി, ആ പെർമിഷൻ എടുത്ത പൈസയും പോവും, എല്ലാം പോയി. പിന്നെ അടുത്ത റീഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഒരു ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഡയറക്ടറിന് എന്തായാലും കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് വയ്യത് ഇട്ടിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇത്. പക്ഷെ നമ്മുടെ ആഗ്രഹം തീവ്രമാണല്ലോ, എന്ത് വന്നാലും ഞാനിത് നേടും,
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമയായിട്ട് നടന്ന് 10 വർഷം നടന്നപ്പം ഇത് നടക്കാഞ്ഞിട്ട് ഞാൻ ആൽക്കമിസ്റ്റ് വായിക്കുന്നു, ആ ബുക്ക് എടുത്ത് കീറിക്കളയുന്നു, ഇതൊക്കെ യൂസ്ലെസ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ മനസ്സിലായി ഇതിനൊക്കെ ഒരു സമയമുണ്ട്. എല്ലാത്തിനും എല്ലാത്തിനും ഒരു സമയമുണ്ട്. അല്ലേ? ആ സമയത്ത് തന്നെ കാര്യങ്ങൾ അല്ല ഞാൻ കാര്യം പറയാം, അതിനൊരു ഒരു പരിപാടി സിനിമയ്ക്ക് ഒരു ചെയ്യാം, അത്രേ ഉള്ളൂ. എല്ലാവരോടും അങ്ങനെ അല്ല, നമ്മൾ റിയലി സിൻസിയറായിട്ട് വേറൊന്നുമില്ല, ഞാൻ ബിസിനസ് സൈഡ് ഒന്നും ചിന്തിക്കുന്നില്ല, ഒരു നല്ല പടം എത്തിക്കുക, അപ്പോൾ അതിനകത്ത് എല്ലാം ക്വാളിറ്റി ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം പുറകെ വരുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വാളിറ്റി ഡെലിവറി ചെയ്യുക. നമുക്ക് എപ്പോഴും പുറത്തിരുന്ന് ഒരു സിനിമ അനലൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും പറയാം. ഇപ്പൊ ചില സിനിമകൾ കാണുമ്പോൾ ഇത് എന്തെന്നാ, ഇതുവരെ കുറച്ചും കൂടി നന്നായിട്ട് എടുത്താൽ പോരെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിന്റെ അകത്തുള്ള ബുദ്ധിമുട്ട് ശരിക്കും ഇങ്ങനെ ഒരു സമയം കഴിയുമ്പോൾ ഒരു ബാറ്റ മാറും എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസറിന് നെഞ്ചിടിയും. ഇത് ഒരു ദിവസത്തിൽ ഇത്ര ബാറ്റ ടൈമൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ ക്യാമറ കൊണ്ടുവച്ചിട്ട് നമുക്കൊരു ഡയറക്ടർ ഒരു നല്ല അയാൾ ആഗ്രഹിക്കുന്ന ഒരു സൺലൈറ്റ് ഷോട്ട് കിട്ടണമെങ്കിൽ അയാൾ എടുക്കേണ്ട അത്ര എഫേർട്ട് എടുത്ത് നമ്മൾ വെറുതെ ഒരു ക്യാമറ കൊണ്ട് വെച്ച് അതൊക്കെ പതിപ്പിക്കാൻ പോകുന്നില്ല. ഇത്രയും ചെയ്തെടുത്ത് അത് ഷൂട്ട് ചെയ്യണ്ടേ. അപ്പം ഞാൻ പറഞ്ഞ എത്രയോ സിനിമകൾ വേണ്ടാതെ ഷൂട്ട് ചെയ്യുന്ന, നമുക്ക് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് അങ്ങനെ വരുന്ന ഒരുപാട് ക്ലാസ്ലെസ് മൂവീസ് ഉണ്ട്. അതെന്നെ പറ്റിയല്ല ഞാൻ പറയുന്നു. ഈ അല്ലാതെ അയ്യോ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഒരുപാട് കുറ്റങ്ങൾ കേട്ടത് തിയേറ്ററിൽ ഓടാതെ പോയി ഈ OTT വന്ന് ജനങ്ങൾ കണ്ട് സന്തോഷിച്ചിട്ട്, എന്നാൽ തിയേറ്ററിൽ കാണേണ്ട പടമായിരുന്നിട്ട് കൂടി ഈ അങ്ങനെ തോന്നുന്നു. ഇഷ്ടംപോലെ സിനിമകളുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ബിഗ് ബെൻ എൻ്റെ എന്ന് പറയുമ്പോൾ വേർഡിക്റ്റ് നമ്മൾ പോൾ പോലെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ രാജാവ് ഓഡിയൻസാണ്. അവർ കയറുമോ കയറാതെ നമുക്ക് മാക്സിമം പുഷ് ചെയ്യാനേ പറ്റുള്ളൂ. അവർ ഡിസൈഡ് ചെയ്യാണ് കയറുന്നില്ല എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു വൗച്ച് ഫാക്ടർ എന്ന് പറയുന്നത് യു വിൽ സീ എ വെരി ഡീസെൻ്റ്ലി മെയ്ഡ് മൂവി. അതിൻ്റെ അകത്തുള്ള എഫേർട്ട് അത് നല്ല മൂവി ഉണ്ടാക്കാനാണെന്നും അത് കമേഴ്ഷ്യലി വിൽക്കാനാണെന്നും അത് ആളുകളെ എൻ്റർടൈൻ ചെയ്യാനാണെന്നും ഉള്ള എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു മൂവി ആയിരിക്കും. സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞും OTT വന്നാൽ ആൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് എ വെൽ മെയ്ഡ് സ്ട്രക്ചേർഡ് റിട്ടൺ മൂവി. ആൾക്ക് പണിയേറിയാമെന്ന് പറഞ്ഞിട്ടേ പോകുള്ളൂ. അതിന് നിസ്സംശയം ഞാൻ ഇവിടെ വാക്ക് തരുക, അതിന് സംശയമൊന്നും. നമുക്ക് നോക്കാം എന്തായാലും പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് ഒരു അഭിപ്രായം തന്നെ കിട്ടട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഒരു എഫേർട്ടൊക്കെ അറിയുന്ന സമയത്ത്. പിന്നെ ചന്ദ്രനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ മുൻപുള്ള ഇന്റർവ്യൂസിന് വന്ന സമയത്ത് നമ്മുടെ ഒരു ആങ്കർ പറഞ്ഞിരുന്നു ഫീനിക്സ് സിനിമയെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരുപാട് കാര്യം പറഞ്ഞു. അല്ല, അതില് ചേട്ടന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്തായിരിക്കും? സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ചേട്ടന് ഭയങ്കര പ്രൗഡായിട്ട് തോന്നാൻ, അല്ലെങ്കിൽ നടന്നിട്ടില്ല, ആ ഒരു കാര്യം നടന്നിട്ടില്ല എങ്കിലും അതുമായി ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഒരു ആങ്കർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹോപ്പ് തന്നിട്ടുണ്ടായിരുന്നു ചേട്ടന്. ഓർക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. നമ്മുടെ ഒരു ആങ്കർ പറഞ്ഞിരുന്നു ഫീനിക്സ് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പം അതിലൊരു സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ മറന്നുപോയോ? ഓക്കെ, അപ്പം അത് സംബന്ധിച്ച് ഞാൻ ചേട്ടനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയ സമയത്ത് പൂവങ്ങൽ ഗാദർ ടെലിവിഷൻ ആ അവാർഡ് ചേട്ടന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണും കൂടി പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് കേട്ടോ. ആ ഒരു നന്ദി വേണം. അപ്പൊ 2 വാക്ക് പറഞ്ഞേ, മൈൽ സ്റ്റോണിനെ പറ്റി 2 വാക്ക് പറഞ്ഞേ. മൈൽ സ്റ്റോൺ നല്ലതാ. ഇന്റർവ്യൂവിന് വന്ന സ്ഥിതിക്ക് 2 വാക്കെങ്കിലും പറയണം. മൈൽ സ്റ്റോൺ ഫേവറേറ്റ് ഒരു പ്ലാറ്റ്ഫോം അല്ല, അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പൂച്ചൽ ഖാദർ വെൽവേഴ്സ് റൈറ്റ് പുള്ളിയുടെ ഒരു ഫൗണ്ടേഷൻ, പുള്ളിയുടെ മെമ്മറിയിൽ ഒരു അവാർഡാണ് യൂത്ത് ഐക്കൺ അവാർഡ്. അത് ഫിനിക്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഈ 26ന് എൻ്റെ അവാർഡ്. ഇനി സ്റ്റേറ്റ് അവാർഡിൽ ഒരു സ്പെഷ്യൽ ജൂറി മെൻഷനോ ഓക്കെ, അപ്പൊ സന്തോഷം. അങ്ങനെ ചെറിയ ചെറിയ അംഗീകാരങ്ങളാണല്ലോ നമുക്ക് മുന്നോട്ടുള്ള ഒരു അല്ലേ. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് എനിക്ക് 18ാം പടി കഴിഞ്ഞ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എനിക്കായിരുന്നു. അപ്പോൾ അത് ആ സമയത്താണ് കോവിഡ്. അത് പറഞ്ഞു ചില സമയം നിവിൻ പോളി ആയിരുന്നു ബെസ്റ്റ് ആക്ടർ ആ സമയത്ത്. എനിക്ക് സ്പെഷ്യൽ മെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ചടങ്ങായിട്ട് നടക്കേണ്ടതായിരുന്നു. പിന്നെയാണ് അത് കോവിഡ് വന്നിട്ട് അത് ഫിലിം ക്രിട്ടിക്സ് എന്ന് പറയുന്ന ലാലേട്ടനൊക്കെ കിട്ടുന്ന ഫസ്റ്റ് പുരസ്കാരം. ഫിലിം ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഫിലിം ക്രിട്ടിക്സ് ഇസ് ഈക്വലൻ ടു സ്റ്റേറ്റ് അവാർഡ്, ക്രിട്ടിക്സ് അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് എൻ്റെ 18ാം പടിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആളാണ്. അത് ഭയങ്കര സന്തോഷം. അതൊരിടത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പൂച്ചൽ ഖാദർ ഞാൻ കൊണ്ടുപോയി ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് ഒരു ദിവസം വെക്കും. ഓക്കെ, അപ്പം കഥകൾ പറഞ്ഞ് ക്ഷീണിച്ച് അല്ലേ. അപ്പം ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? എല്ലാത്തിലും ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം
ചേട്ടൻ പറയേണ്ടത് ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ചേട്ടൻ പറയേണ്ടത് ശരി. അയ്യോ, നമുക്ക് അത്രയൊന്നും അറിയത്തില്ലല്ലേ. അത്ര നിങ്ങൾ തമ്മിൽ കണക്ട് ഇവര് UK-ക്കാരാ, ഇവര് അവരുമായിട്ടൊക്കെയാണ് ബന്ധം. ഞാനിവിടെ 5 ദിവസത്തെ കണക്ഷൻ ഉള്ളൂ. 5 ദിവസത്തെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കാഷ്വലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആൻസർ ചെയ്താൽ മതി. ഓക്കെ, മലയാളത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത് ഏത് ഭാഷയായിരിക്കും? തമിഴ്. തമിഴ്. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. ഓക്കെ, ആ ഇംഗ്ലീഷിലേക്കാണ് ആദ്യം പോകാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിൽക്കുമ്പോ അവിടെ നിൽക്കണം അല്ലേ, ഓസ്കാറിന്റെ അടുത്തേക്കൊക്കെ പോകണം. ഓക്കെ, ആൻഡ് ഇപ്പം സെറ്റിൽ ഒരുമിച്ച് ഉണ്ടായിരിക്കുമല്ലോ, അപ്പം സെറ്റിൽ എപ്പോഴും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാളാണോ അതോ എങ്ങനെയാണ്? അത് നമുക്ക് പറയാലോ, അത് കൂടുതൽ എപ്പോഴും ഇപ്പൊ രാത്രി ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും രാവിലെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാലൊക്കെ ഓക്കെ. തിരിച്ച് നമ്മളെ ബിൻചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം തന്നെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയത്തിലാണ് വിനോദ് ചേട്ടനെ നമുക്ക് ഒരിക്കലും ഒരു സമയത്തും ഒരു മുഖത്തൊരു അതൊന്നും ഫീൽ ചെയ്യില്ല. അഥവാ പുള്ളി ദേഷ്യം തോന്നിയാലും ഒന്ന് അകത്തൊക്കെ ഒന്ന് എനിക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ആ പ്രായം നമ്മൾ അത്രയും കാത്തിരുന്ന് ചെയ്യുന്നതിന്റെ ഒരു കമ്പോസ്റ്റ് ആയ ഒരു സ്വഭാവം ഉണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? 52 ദിവസം. അല്ല, അത് UK-ൽ മൊത്തമായിട്ട് ഈ ഒരു സിനിമ 10 ദിവസം ഉണ്ടായിരുന്നു. 63 ദിവസം ഉണ്ടായിരുന്നു. 63 ദിവസം അത്ര ആക്റ്റീവ് ആയിരുന്നു. അതിന്റെ ക്ഷീണമൊന്നും എന്തായാലും മുഖത്തില്ല. ഓക്കെ, അടുത്തത് സിനിമ ആ ഒരു സെറ്റില് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സ് അങ്ങോട്ടും കൂടും പറയുന്ന ഒരു സ്വഭാവമാണോ? എങ്ങനെയാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? ഒന്നുമില്ല. മറ്റുള്ള സിനിമകളെ പറ്റി ഇങ്ങനെ പറയാറുണ്ടോ? അയ്യോ, എനിക്ക് ആ ഒരു സിനിമയിൽ ഇന്ന ആക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആള്? ഇല്ല, അങ്ങനെയൊന്നും സംസാരിക്കില്ല. അത്ര ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണോ? അങ്ങനെയല്ല. നിങ്ങളിപ്പോ പൊളിറ്റിക്സ്, അങ്ങനെ പൊളിറ്റിക്സ് പറയാനുള്ള ഒരു ജെല്ലപ്പിൽ ഞങ്ങൾ അങ്ങനെ വളരെ പ്രൊഫഷണലി പോയ 5 ദിവസങ്ങളല്ലേ. അതിന് ഇടയ്ക്ക് പറഞ്ഞ തമാശകളും സ്നേഹവും സമയമില്ല. കാരണം ഒരു പ്രൊഡക്ഷന്റെ ഹെഡ് കൂടെ എന്റെ തലയിലുണ്ട്. അതെ, ബില്ലുകള് ഫ്രീ ടൈം കിട്ടില്ല. ഇപ്പം ഹണ്ട് എന്നൊരു സിനിമ ചെയ്യുന്ന സമയത്ത് നിഖിലാണ്, അയാൾ പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അയാളുമായിട്ടായിരിക്കും കൂടുതലും എൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത്. സിനിമ ഞാൻ അനുവിൻ്റെ അടുത്തായിരിക്കും പറഞ്ഞു, ചേട്ടൻ്റെ അടുത്ത് അറിയത്തില്ല. സിനിമയിൽ അയ്യോ ആ സിനിമ ആ പരിപാടിയാണ് അത് പോയി എന്നത് ഇങ്ങനെ, അതൊക്കെ ഞാൻ അനുവിൻ്റെ അടുത്തായിരിക്കും സംസാരിക്കും. കൂടുതൽ ഫ്രണ്ട്സ് അവിടെ ഉള്ളതുകൊണ്ട് ഡയറക്ടറുമായിട്ട് ഈ സീനുകളെ പറ്റി ചേട്ടൻ ആപ്പാണ് പ്രൊഫഷണൽ അല്ലാത്തൊരു സാധനം. ഐ മീൻ പ്രൊഫഷണൽ എന്നാൽ അങ്ങനെ മോശമായിട്ടല്ല, അതിൽ നിന്ന് സിനിമയെന്ന് മാറി ചോദിച്ചത് എന്റെ പെർഫ്യൂം ഏതാന്ന് മാത്രം. അല്ല, അതൊരു ഭയങ്കര ഫീൽ ആയിരുന്നു. ചന്തു ക്യാരവാനിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്നവരെ ആ പ്രദേശം മുഴുവൻ എന്തോ. അപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് എന്റെ UK എന്നുള്ള റെഫറൻസ് ഉണ്ട്. അപ്പൊ ചന്തുവിന് പെർഫ്യൂം ഉണ്ടോ? എനിക്കറിയില്ല. ചോദിക്കും അപ്പൊ പേരെടുത്തു. വളരെ ഒരു പെർഫ്യൂം അതൊരു മിക്സ് ചെയ്ത് അവര് തരുമ്പോ അത്. അതെ. ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ ഞങ്ങളായിട്ട് പങ്കുവെച്ചു. ഭയങ്കര ഹാപ്പിയാണ് ഞാനും, അതുപോലെ ഞങ്ങളെ ടീമും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം 2024 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കറിയാം സിനിമകൾക്ക് വളരെ നല്ലൊരു കലക്കിയസ്റ്റ് ഇയർ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഇറങ്ങിയ എല്ലാ സിനിമകൾക്കും ഒരുപോലെ അംഗീകാരം ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലോക സിനിമകളിലേക്ക് ഇടം നേടാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഇത്രയും ത്രില്ലറുകൾ വന്നു. ഗോളം, ഇപ്പം ബ്രഹ്മയുഗം, അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ത്രില്ലർ തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെയാണ് നമ്മൾ ബിഗ് ബാൻ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു എൻ്റർടൈനർ കാണുന്ന ആ ഒരു സന്തോഷത്തിലല്ലാതെ, ഒരു എൻ്റർടൈനർ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും തിയേറ്ററിൽ മുഴുവനായിട്ട് ഇരുന്ന് ഇങ്ങനെ നോക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെ ഒക്കെ പോയി നോക്കും. പക്ഷേ ഒരു ത്രില്ലർ അങ്ങനെയല്ല. നമ്മൾ ഇമ വെട്ടാതെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് ആ ഒരു സ്ക്രീനിലേക്ക് തന്നെ പോയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞ സിനിമ നല്ലൊരു സക്സസ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം രണ്ടുപേരുടെയും ഗ്രോത്ത്, ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്ത് ഞങ്ങളെ എല്ലാ ഇന്റർവ്യൂസിനും വിനിച്ചേട്ടൻ വരണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് രണ്ടുപേരും പറയണം. അല്ല, സിനിമ ജൂൺ 28 തിയേറ്ററിൽ എത്തുകയാണ്. ഞങ്ങളുടെ മാക്സിമം ഔട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തിയേറ്റർ വന്നുകൊണ്ട് അഭിപ്രായം പറയുക. ആൻഡ് റിവ്യൂവേഴ്സ് വെൽക്കം എൻ്റെ സിനിമയ്ക്ക്. കാരണം നല്ല റിവ്യൂ ആണെങ്കിലും മോശം റിവ്യൂ ആണെങ്കിലും എനിക്കൊരു തിരുത്താൻ അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഐ ക്യാൻ കറക്റ്റ് മൈ സെൽഫ് എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ്. അപ്പോൾ സത്യസന്ധമായ റിവ്യൂസ് വെൽക്കം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.